ഒരു ഓപ്ഷണൽ പദ്ധതി വേണ്ട എന്ന് വെച്ചതിൻ്റെ പേരിൽ കേട്ടുകേൾവിയില്ലാത്ത വിധം ശിക്ഷാ നടപടികൾ അടിച്ചേൽപ്പിക്കുന്ന സർക്കാരിനെതിരെ എന്തുകൊണ്ടാണ് കേരളത്തിൽ വലിയ വ്യാപകമായ പ്രതിഷേധം ഉയരാത്തത്? ഇവിടെ ഒരു വലിയ പ്രശ്നമായി അത് ഉയരാത്തത് എന്താണ്? കാരണം കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എന്ന് പറയുന്നത് യൂണിയൻ സർക്കാർ തരുന്ന എന്തോ ഔദാര്യമാണ് എന്നും അത് ചോദിക്കുക എന്ന് പറഞ്ഞാൽ കൈനീട്ടി നിൽക്കുകയാണ് എന്നുമുള്ള ആഖ്യാനം പ്രചരിപ്പിച്ചിട്ടുള്ള കേരളത്തിലെ മാധ്യമ പരിസരമുണ്ട്. അവർ സൃഷ്ടിക്കുന്ന പൊതുബോധമുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല എങ്ങനെയാണ് കാവ്യവൽക്കരണ ശ്രമങ്ങളോട് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളും അവരുടെ സംഘടനകളും അവരുടെ നിലപാടുകളും എൻഗേജ് ചെയ്തത് എന്നതിന് നോക്കിയിട്ടല്ലേ അതിനെ മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഹയർ എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ. യൂണിവേഴ്സിറ്റിയുടെ അകത്ത് ചാൻസലർ എന്ന് പറയുന്ന എക്സ് ഒഫീഷ്യോ ഗവർണർ, അദ്ദേഹത്തിന് എല്ലാത്തിനും അധികാരമുണ്ട് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചവരാണ് ഈ മീഡിയ വൺ മുതൽ മനോരമ വരെയുള്ള മുഴുവൻ ചാനലുകളും. അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കോഴിക്കോട് പോയി മിഠായി തെരുവിൽ അയാൾ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളോട് ഈ മാധ്യമങ്ങൾ പ്രതികരിച്ചത് എങ്ങനെയാണ് എന്ന് ഒന്ന് സമയം കിട്ടുമ്പോഴത്തേക്ക് പഴയ വീഡിയോ എടുത്തിട്ട് ലൈബ്രറിയിൽ നിന്ന് ആർക്കൈവ്സിൽ നിന്ന് എടുത്തു വെച്ചിട്ട് പരിശോധിച്ചാൽ മതി. എങ്ങനെയാണ് ഈ കാവ്യവൽക്കരണ പരിപാടി? ആരിഫ് മുഹമ്മദ് ഖാൻ എന്താ ചുവപ്പാക്കാൻ വേണ്ടിയിട്ടാണോ അതോ പച്ചയാക്കാൻ വേണ്ടിയിട്ടാണോ കേരളത്തിൽ തുറച്ചത്? പച്ചയായ കാവ്യവൽക്കരണത്തിൻ്റെ വ്യക്തമായിട്ടല്ലേ കേരളത്തിൽ അന്നത്തെ ഗവർണറും ഇന്നത്തെ ഗവർണറും പ്രവർത്തിക്കുന്നത്? ആരെ പ്രതിരോധിച്ചത്? നീ ഈ വാചകടിക്കുന്നവരാണ്. വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒരു 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 മൂളൽ കൊണ്ടോ പ്രതിരോധിച്ചിട്ടുണ്ടോ ഇവരാരെങ്കിലും? പ്രതിരോധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അതിന് കൂട്ടുനിൽക്കുകയാണ് ചെയ്തത്. ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെ സ്ഥാപനങ്ങളുടെ അകത്ത് നിങ്ങൾ പറഞ്ഞ നിറമടിക്കാൻ വൈകിപ്പോയി എന്ന് പറഞ്ഞ് 23-24 നമുക്ക് കിട്ടാനുള്ള പണം ഇതുവരെ ലാപ്സായി പോയി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ എവിടെയാണ് പ്രതിഷേധം ഉയർന്നു വന്നത്? കേരളത്തിൽ എവിടെയാണ് സമരം ഉയർന്നു വന്നത്? അതിനാവശ്യമായിട്ടുള്ള ഒരു ഇൻഫോംഡ് ഡിബേറ്റ് കേരളത്തിലെ ജനങ്ങൾക്ക് നടത്താൻ പാകത്തിൽ എന്താണ് കേരളത്തിലെ മാധ്യമങ്ങൾ കൊടുത്തത്? എൻ്റെ വീടിന് മുന്നിൽ ഒരു പടം വെച്ചുകൊണ്ട് ഞാൻ ഇന്നയാൾ സംഭാവന ചെയ്ത വീടാണെന്ന് ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ കഴിയും എന്ന് ചോദിച്ച ഇന്ത്യയിലെ ഏക മുഖ്യമന്ത്രിയാണെന്ന് പിണറായി വിജയൻ. മനോരമയുടെ ലേഖകൻ പറയുന്നത് ബംഗാളിൻ്റെ ഒരു നോക്കൂ, അവർക്ക് 1745 കോടി രൂപ കൊടുക്കാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, എന്നിട്ടും അവ ഇതിൽ ഒപ്പിടില്ല എന്ന് പറയാം. പക്ഷെ ആ വാർത്തയുടെ അകത്ത് ഹെഡിങ് അല്ലാത്തൊരു ഭാഗമുണ്ട്. അതെന്താണെന്നറിയോ? ഇങ്ങനെ തടഞ്ഞു വെച്ചിരിക്കുന്നത് മൂലം ശമ്പള വിതരണം, പഠനോപകരണ വിതരണം, ഉച്ചഭക്ഷണ വിതരണം എന്നിവയെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ചോദ്യം വളരെ ലളിതാണ്. കേരളത്തിൽ ഇത് ബാധിക്കണോ? ഇത് ബാധിക്കാമോ? PM ശ്രീ പദ്ധതിയെ യൂണിയൻ സർക്കാരിൻ്റെ കാവ്യവൽക്കരണ നീക്കങ്ങൾക്ക് മുന്നിൽ സറണ്ടർ ചെയ്യുകയാണെന്ന് പറഞ്ഞ രണ്ടുപേരെ നമുക്ക് ആദ്യം നോക്കാം. ഒന്ന് കോൺഗ്രസിൻ്റെ സമുന്നതനായിട്ടുള്ള നേതാവ് ശ്രീ K മുരളീധരൻ, രണ്ടാമത്തെ ആൾ KSUവിൻ്റെ പ്രസിഡൻറ്റ് ശ്രീ അലോഷ്യസ് സേവ്യർ. അപ്പോൾ കേരള സർക്കാർ ഒപ്പുവെച്ചാൽ അത് യൂണിയൻ സർക്കാരിൻ്റെ അജണ്ടയ്ക്ക് അവരുമായിട്ടുള്ള എന്തോ ഒരു കൈകൊടുക്കലാണ് എന്നുള്ളതാണ് ആക്ഷേപം. ഞാനൊരു കൗതുകം പറയാം. 2023-24 24-25 കർണാടക സർക്കാർ PM ശ്രീ പദ്ധതിയുടെ വിഹിതം മേടിച്ചതിൻ്റെ തെളിവ് രാജ്യസഭാ ചോദ്യോത്തരത്തിനകത്തുണ്ട്. തെലങ്കാന സർക്കാർ ഈ കഴിഞ്ഞ വർഷം 2025-26 131 കോടി രൂപ അത് മേടിച്ചിട്ടുണ്ട്. ഹിമാചൽ പ്രദേശ്, ഇതാണല്ലോ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം, കോൺഗ്രസ് നേരത്തെ തന്നെ കീഴടങ്ങി. അപ്പോൾ കേരളത്തോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം കേരളം അങ്ങനെ പോകാൻ പാടില്ല, ഞങ്ങൾ ഭരിക്കുന്ന കർണാടകമൊക്കെ കീഴടങ്ങിയാലും കേരളം ഒന്നും കീഴടങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, PM ശ്രീ പദ്ധതി തുടങ്ങിയത് ഇന്നലെയോ മിനിഞ്ഞാന്നോ അല്ല, ഇതുവരെ കേരളം ഒപ്പുവെച്ചില്ല എന്നുള്ളത് യാഥാർത്ഥ്യമുണ്ട്. എന്താണ് ഒപ്പുവെക്കാതിരുന്നത്? PM ശ്രീ പദ്ധതി ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു ബ്ലോക്ക് പ്രദേശത്ത് 2 സ്കൂളുകൾക്ക് ഒരു നിശ്ചിത വർഷത്തേക്ക് സഹായം കൊടുക്കുന്ന ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ്. ആ സെൻട്രലി സ്പോൺസേഡ് സ്കീമിൻ്റെ ഷെയറിംഗ് പാറ്റേൺ ഉണ്ട് 60%. അപ്പോൾ അടങ്കൽ തുക എത്രയാണോ ആ അടങ്കൽ തുകയുടെ 60% യൂണിയൻ സർക്കാർ വഹിക്കും, 40% കേരളം അല്ലെങ്കിൽ സംസ്ഥാനം വഹിക്കണം. ഇതാണ് എൻ്റെ ഷെയറിംഗ് പാറ്റേൺ. അതിലേക്ക് ഏതൊരു സംസ്ഥാനവും വരണമെങ്കിൽ അതിൻ്റെ ഗൈഡ് ലൈൻ പ്രകാരം ഒന്നാമത്തെ കാര്യം, നിങ്ങൾ അതിൻ്റെ പരിഗണനാ പട്ടികയിലേക്ക് വരണമെങ്കിൽ അതിൻ്റെ മുന്നുപാധി നിങ്ങൾ NEP അംഗീകരിക്കണം എന്നുള്ളതാണ്. പുതിയ വിദ്യാഭ്യാസ പദ്ധതി അംഗീകരിക്കണം. അത് സംസ്ഥാനങ്ങളുടെ അക്കാദമിക സ്വാതന്ത്ര്യത്തെയും സ്കൂളുകളുടെ നടത്തിപ്പിലുള്ള സ്വാതന്ത്ര്യത്തെയും എല്ലാം തടസ്സപ്പെടുത്തുന്നതും നമുക്കെല്ലാം അറിയാം.
RSS വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടാൻ ശ്രമിക്കുന്ന രീതികൾ അറിയാം, ചരിത്രത്തെ എങ്ങനെയാണ് വികലമാക്കാൻ ശ്രമിക്കുന്നതെന്നറിയാം, ശാസ്ത്രത്തെ എങ്ങനെയാണ് വികലമാക്കാൻ ശ്രമിക്കുക. അവർ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ മാത്രമല്ലല്ലോ, ഇന്ത്യൻ സയൻസ് കോൺഗ്രസിനകത്ത് പോയിട്ട് അവതരിപ്പിക്കുന്ന അസംബന്ധ നാടകങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, IIT പ്രൊഫസർമാരെ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിന് കീഴടങ്ങേണ്ടതില്ല, നമ്മൾ എടുക്കേണ്ടതില്ല. അതുകൊണ്ട് NEP നമ്മൾ സേഫാണ്, NEP ഒപ്പിടേണ്ട. എന്താ NEP ഒപ്പിടുന്നില്ലെങ്കിൽ പിന്നെ PMCയുടെ പരിഗണനാ പട്ടിക വരത്തില്ല. അപ്പോൾ PMC ഒപ്പിടുന്നോ എന്നുള്ള ചോദ്യമില്ല. അപ്പോൾ അതവിടെ തീരേണ്ടതാണ്. കാരണം PMC എന്ന് പറയുന്നത് ഒരു ഓപ്ഷണൽ സ്കീം പോലെ ഫ്രെയിം ചെയ്തിട്ടുള്ള ഒന്നാണ്. അതിൻ്റെ മുന്നുപാധി NEP നടപ്പിലാക്കുന്നതാണ്. കേരളം തയ്യാറല്ല, അതിൻ്റെ പരിഗണനയിലേക്ക് വരുന്നില്ല, നമ്മൾ ഒപ്പിടുന്നില്ല, അതിൻ്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് പോകുന്നില്ല. അതവിടെ വെച്ച് അവസാനിക്കണ്ടേ? അതവിടെ വെച്ച് അവസാനിപ്പിക്കണം. പകരം യൂണിയൻ സർക്കാർ എന്താണ് ചെയ്തത് ഇതിനോട് പ്രതികാരമായിട്ട്? അപ്പോൾ അതൊരു പദ്ധതിയാണ്, ആ പദ്ധതി അവർക്ക് വേണ്ട. അത് മാൻഡേറ്ററി പ്രോജക്റ്റായിട്ടല്ല ഡിസൈൻ ചെയ്തിട്ടുള്ളത് പോലും. അത് വേണ്ടാന്ന് തീരുമാനിച്ചാൽ അവസാനിക്കേണ്ടടുത്ത് അവിടെ അവസാനിക്കില്ല, അവിടെ വെച്ച് പ്രശ്നങ്ങൾ തുടങ്ങുകയാണ് ചെയ്യുന്നത്. അതെന്താണ്? അത് തുടങ്ങുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പലതുണ്ട്. ആ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ ആ പദ്ധതികൾക്ക് നമുക്ക് ലഭിക്കാനുള്ള പണം തടഞ്ഞു വയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു ഉദാഹരണം, നമ്മൾ സർവശിക്ഷാ കേരളയുടെ ഭാഗമായിട്ട് നമ്മുടെ ബ്ലോക്ക് റിസോഴ്സ് സെൻറ്ററുകളുണ്ട്, അവിടെ റിസോഴ്സ് അധ്യാപകരുണ്ട് ഇല്ലേ? അതിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മൾ ആളുണ്ട്, സൗകര്യങ്ങളുണ്ട്, സേവനങ്ങളുണ്ട്. ഈ സേവനങ്ങളൊക്കെ നടന്നു പോവുകയാണ്. അത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിന് നമ്മൾ പണം മുടക്കിക്കൊണ്ടിരിക്കുകയാണ്. പണം മുടക്കുന്നത് എങ്ങനെയാണ്? സംസ്ഥാന സർക്കാർ അതിൻ്റെ പരിഗണനകൾക്കും മുൻഗണനകൾക്കും അനുസരിച്ച് ചെലവഴിക്കാൻ വെച്ചിരിക്കുന്ന പണത്തിനകത്തുനിന്ന് കുറച്ച് ഭാഗം എടുത്ത് ഈ യൂണിയൻ വിഹിതം കൊടുക്കാൻ ചെലവഴിക്കുകയാണ്. പണമാണ്, ഒരു സ്ഥലത്ത് അധികം ചെലവഴിച്ചാൽ വേറെ ചില സ്ഥലത്ത് പരിമിതി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെലവഴിച്ച പണം കിട്ടണം, ഇത് തരില്ല എന്നുള്ളതാണ്. ഇത് തടഞ്ഞു വയ്ക്കുകയാണ്. ഈ നെഗോസിയേഷൻസ് നടക്കുകയാണ്. ഈ നെഗോസിയേഷൻസ് എത്രയോ കാലങ്ങളായി നടക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, ഒരു ഓപ്ഷണൽ പദ്ധതി വേണ്ട എന്ന് വെച്ചതിൻ്റെ പേരിൽ കേട്ടുകേൾവിയില്ലാത്ത വിധം ശിക്ഷാ നടപടികൾ അടിച്ചേൽപ്പിക്കുന്ന സർക്കാരിനെതിരെ എന്തുകൊണ്ടാണ് കേരളത്തിൽ വലിയ വ്യാപകമായ പ്രതിഷേധം ഉയരാത്തത്? ഇവിടെ ഒരു വലിയ പ്രശ്നമായി അത് ഉയരാത്തത് എന്താണ്? കാരണം കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എന്ന് പറയുന്നത് യൂണിയൻ സർക്കാർ തരുന്ന എന്തോ ഔദാര്യമാണ് എന്നും അത് ചോദിക്കുക എന്ന് പറഞ്ഞാൽ കൈനീട്ടി നിൽക്കുകയാണ് എന്നുമുള്ള ആഖ്യാനം പ്രചരിപ്പിച്ചിട്ടുള്ള കേരളത്തിലെ മാധ്യമ പരിസരമുണ്ട്. അവർ സൃഷ്ടിക്കുന്ന പൊതുബോധമുണ്ട്. അതാണ് തടഞ്ഞത്. അപ്പം PMC പദ്ധതിയിൽ ഇപ്പോൾ ഒപ്പുവയ്ക്കാൻ പോകുന്നു എന്നത് കൊണ്ട് അല്ല അതിൻ്റെ കണ്ടീഷൻസ് ഉണ്ടായിട്ടുള്ളത്. അത് നേരത്തെ ഉണ്ട്. കോൺഗ്രസ് സർക്കാർ കർണാടകത്തിലും തെലങ്കാനയിലും നടപ്പിലാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ ബംഗാളും തമിഴ്നാടും കേരളവും ഒഴിച്ചുള്ള വേണ്ട എല്ലാ സംസ്ഥാനവും ഒപ്പുവെച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ഇങ്ങനെ വിദ്യാഭ്യാസ പദ്ധതികളിൽ കൂടി നിങ്ങളുടെ കൊയേഴ്സീവായിട്ടുള്ള ഐഡിയോളജിക്കൽ ടൂൾസ് അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല എന്ന രാഷ്ട്രീയത്തെ പറയാൻ ഇവിടെ എത്ര പേര് തയ്യാറായി? ആരെങ്കിലും തയ്യാറായോ? അതിനും അപ്പുറം കടന്ന് കേരളം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ലെജിറ്റിമേറ്റായ പരിപാടികൾക്കുള്ള പണം തന്നെ തടഞ്ഞു വയ്ക്കുമ്പോൾ ആരെങ്കിലും സമയത്ത് അപ്പോൾ ഇത് അവിടെ തുടങ്ങിയതോ ഇവിടെ അവസാനിക്കുന്നതോ ആയ പ്രശ്നമല്ല. അതുമാത്രം ചർച്ച ചെയ്താലും പോരാ. ഒരുപറ്റം മാധ്യമങ്ങൾ, ഒരുപറ്റം പണ്ഡിതന്മാർ ഇവർ നിക്ഷിപ്ത താല്പര്യത്തോടു കൂടി കേരളത്തിന് നേരിടുന്ന ഉപരോധ സമാനമായ വിവേചനത്തെ, സാമ്പത്തിക വിവേചനത്തെ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാതിരിക്കാൻ കുറേ കാലമായി ശ്രദ്ധിക്കുന്നുണ്ട്. അവർ തന്നെ ഉയർത്തുന്ന മറ്റൊരു നെറേറ്റീവായിരുന്നു കേരളം ഭീകരമായ കടക്കെണിയിൽപ്പെട്ട് പൊളിയാൻ പോകുന്ന സംസ്ഥാനമാണ് എന്നുള്ളതും. എന്നാൽ ഈ നെറേറ്റീവ്സ് ഒക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾ കേരളത്തോട് കാണിക്കുന്ന വിവേചനത്തിൻ്റെ ആഴം എത്രയാണ് എന്നത് സമൂഹത്തിൽ ചർച്ചയ്ക്ക് വരരുത് എന്ന് പറഞ്ഞു. ചർച്ചയ്ക്ക് തെറ്റായ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിനേക്കാൾ അപകടകരമായ ഒന്നാണ് ശരിയായ കാര്യങ്ങൾ ചർച്ചയുടെ മുന്നിൽ കൊണ്ടുവരാതിരിക്കുക, അതിനു വേണ്ട ഷീൽഡ് ഒരുക്കുക എന്ന് പറയുന്നത്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രധാന മാധ്യമങ്ങളുണ്ട്, ഒരുപറ്റം പണ്ഡിതന്മാരുണ്ട്. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കാര്യം നോക്കൂ. ഞാൻ ചില കണക്കുകൾ പറയാം. യൂണിയൻ സർക്കാർ എല്ലാ സംസ്ഥാനങ്ങൾക്കും യൂണിയൻ ടെറിട്ടറിക്കുമായി കൈമാറുന്ന പല വിധത്തിലുള്ള സാമ്പത്തിക ധനവിന്യാസമുണ്ട്. അത് ഭരണഘടനാ പദ്ധതിയാണ്. ആ ഭരണഘടനാ പദ്ധതി പ്രകാരമുള്ള ധനവിന്യാസം കൈമാറ്റത്തിൻ്റെ യൂണിയൻ ട്രാൻസ്ഫർ എന്നാണ് പറയുക. ഈ യൂണിയൻ ട്രാൻസ്ഫറിൻ്റെ 2026, 25, 26 അതായത് നടപ്പ് സാമ്പത്തിക വർഷം അതിൻ്റെ 22% യൂണിയൻ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ വഴിയാണ് വരുന്നത്. 22% ചെറുതല്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കണത് 25, 26 ആകെ കൈമാറ്റം ഒരു 25 ലക്ഷം കോടി രൂപയായിരിക്കും.
25 ലക്ഷം കോടി രൂപയുടെ 20% എന്ന് പറഞ്ഞാൽ എത്രയായി? 22% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ലക്ഷം കോടി രൂപയിൽ അല്ലേ? 5 ലക്ഷം കോടിയിലധികം രൂപ. ഈ 5 ലക്ഷം കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യുന്ന വഴി എന്ന് പറയുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. ആ കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ നാം ആവശ്യപ്പെടുന്നത് എന്താണ്? കേരളത്തിനൊരു ഫെയർ ഷെയർ കിട്ടണ്ടേ? ഒരു ഫെയർ ഷെയർ. ആ ഫെയർ ഷെയർ എത്രയാവും? പല മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പോൾ നികുതി വിഹിതം പങ്കുവയ്ക്കുന്നതിന് ധനകമ്മീഷൻ ചില മാനദണ്ഡങ്ങൾ വയ്ക്കും. പക്ഷേ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പണം അനുവദിക്കാനോ എന്ത് മാനദണ്ഡം? ആരാണ് തീരുമാനിക്കുന്നത്? യൂണിയൻ മന്ത്രാലയങ്ങളാണ് തീരുമാനിക്കുന്നത് അല്ലേ? യൂണിയൻ മന്ത്രാലയങ്ങളാണ്. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, നമ്മുടെ ടാക്സ് ഷെയർ 10ാം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് 3.8 ആയിരുന്നു, ഇപ്പോൾ 1.9 ഉള്ളൂ എന്ന് പറയും. പകുതിയായി. അതൊരു വലിയ വിവേചനമാണ്. അത് നമുക്ക് വലിയ നഷ്ടം വരുത്തുന്നുണ്ട്. അതിനെ നമുക്ക് അളന്നെടുക്കാം, എത്ര രൂപ വരുന്നുണ്ടെന്നുള്ളത്, എത്ര രൂപ നഷ്ടം ഉണ്ടാകുന്നുണ്ടെന്നുള്ളത്. ശരി, നമ്മുടെ ജനസംഖ്യ 2.8% ഉണ്ട്. അതിനനുപാതികമായിട്ട് ഇതെങ്കിലും തരണ്ടേ? എത്രയാണ് നമുക്ക് കിട്ടുന്നത്? കഴിഞ്ഞ 3 വർഷം എടുത്തുള്ളൂ. 2023-24 0.8%. ആകെ കൈമാറിയ കേന്ദ്രാവിഷ്കൃത പദ്ധതി പണത്തിൻ്റെ 0.8%. 2024-25 0.9%. ഈ വർഷം നമ്മൾ കണക്കാക്കുന്നത് 1.6, ബഡ്ജറ്റിൽ അനുമാനം വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം വരെയുള്ള അനുഭവം വെച്ചിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത് 1% താഴെ. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നികുതി വിഹിതത്തിൽ എന്നതുപോലെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലും കേരളം കടുത്ത വിവേചനം നേരിടുകയാണ്. അത് അനുവദിച്ച പണം കണക്കാക്കിയാൽ ഈ അനുവദിച്ച പണത്തിനകത്തുനിന്ന് തടഞ്ഞു വയ്ക്കണ കഥ വേറെയാണ്. ഇത്ര കടുത്ത വിവേചനം ഇതിനകത്തുണ്ടായിട്ട് നികുതി വിഹിതം നമ്മളിങ്ങനെ പറഞ്ഞു ചർച്ച ചെയ്യുന്നുണ്ട്. ഈ വിവേചനം എന്താ ചർച്ച ചെയ്യാത്ത? NHMൻ്റെ വിഹിതം തടഞ്ഞു വയ്ക്കുമ്പോൾ ഇത് ഞങ്ങൾക്ക് അർഹതപ്പെട്ട പൈസയാണ്, കേരളത്തിന് അർഹതപ്പെട്ട പൈസയാണ് എന്നൊരു വർത്തമാനം ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും പറയാത്ത എന്താണ്? അപ്പോൾ അവിടെ കേരള വിരുദ്ധമായിട്ടുള്ള ഒരു ആഖ്യാന പരിസരം ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇത് രാഷ്ട്രീയ പ്രചരണമല്ലാതെ വേറെ വഴിയില്ല. അപ്പം കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കഥ ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ കൂട്ടത്തിലാണ് കിട്ടാനുള്ള പണം പോലും വേണ്ടതില്ല എന്നാണ്. കിട്ടാനുള്ള പണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഇതിൻ്റെ കഥ? നമ്മളിപ്പോൾ SSA സർവശിക്ഷാ കേരളയുടെ അകത്ത് ആ പദ്ധതി പ്രകാരവും അതിൻ്റെ മാനദണ്ഡ പ്രകാരവും ആളുകളെ വിന്യസിക്കുന്നു, സേവനങ്ങൾ വിന്യസിക്കുന്നു. 60-40 അല്ലേ? 40% നമ്മൾ നമ്മളുടെ ബഡ്ജറ്റിൽ നിന്ന് കൊടുക്കണം. 40%. 60% അവിടുന്ന് തരേണ്ടതല്ലേ? 60% തരേണ്ടതാണല്ലോ. അപ്പോൾ 60% അതാണ് തരില്ല എന്ന് പറയണത്. നിറവടിച്ചില്ല എന്ന് പറഞ്ഞത് നിങ്ങൾ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ആ പദ്ധതി നിർവചിച്ച ലക്ഷ്യങ്ങൾ നേടുന്നതിൽ പരാജയപ്പെട്ടതുകൊണ്ടല്ല, അതിൽ വിജയിച്ചവരാണ്, ഒന്നാമത് എത്തി നിൽക്കുന്നവരാണ്. പക്ഷേ ഞങ്ങളുടെ നിറവടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഇതിനെന്തുകൊണ്ടാണ് തടയാത്തത്? ലൈഫ് കേരളത്തിൽ ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് ആക്ഷേപം ഉണ്ടാവുമോ? ലൈഫ് ഏതാണ്ട് 5.5 ലക്ഷം വീടാണ് ഈ 10 കൊല്ലക്കാലം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പൂർത്തിയാക്കിയത്. 2025 ജനുവരി 1 കണക്ക് പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ കേരളം 18,000 കോടി രൂപ അതിനുവേണ്ടി മുടക്കി. കേന്ദ്ര സർക്കാർ 2,600 കോടി രൂപയാണ് അതിനുവേണ്ടി തന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ എണ്ണം കുറവാണ്, പണം കുറവാണ്. 2,600 കോടിയാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, എല്ലാവർക്കും പാർപ്പിടം ഒരുക്കുക എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഒരു ദേശീയ ലക്ഷ്യമാണ്. ആ ദേശീയ ലക്ഷ്യം നിറവേറ്റാൻ ഇന്നവേറ്റീവായൊരു പദ്ധതി നടത്തുന്ന സംസ്ഥാനം, ആ ഇന്നവേറ്റീവായ രീതിയിൽ ഫണ്ടിങ് കണ്ടെത്തുന്ന സംസ്ഥാനം അതിനെ കൂടുതൽ സഹായിക്കല്ലേ വേണ്ടത്? അതിന് പകരം അവിടെ വീടിൻ്റെ മുമ്പിൽ പടം വെക്കണം എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡിങ്ങിനും കൊണ്ടുവരികയാണ്. ആരാണെന്ന് ഇവിടെ അതിനെ ശക്തമായിട്ട് എൻ്റെ വീടിന് മുന്നിൽ ഒരു പടം വെച്ചുകൊണ്ട് ഞാൻ ഇന്നയാൾ സംഭാവന ചെയ്ത വീടാണെന്ന് ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ കഴിയും എന്ന് ചോദിച്ച ഇന്ത്യയിലെ ഏക മുഖ്യമന്ത്രിയാണെന്ന് പിണറായി വിജയൻ. ഇന്ത്യയിലെ ഏക മുഖ്യമന്ത്രിയാണ്. അത് വേണ്ടെന്ന് നമ്മൾ വെച്ചില്ലേ? അതുപോലെ എന്നാൽ പിന്നെ എല്ലാം വേണ്ടെന്ന് വെച്ചാൽ പോരെ എന്ന് ചോദിക്കാൻ പറ്റും. ഇപ്പോൾ കേരളം എന്ന് പറയുന്നത് ഏതൊരു സംസ്ഥാനവും അതിൻ്റെ ധനകാര്യ സ്ഥിതിയിൽ 2 ഘടകങ്ങളുണ്ട്. തനതായിട്ട് പിരിക്കുന്നതും യൂണിയൻ സർക്കാർ കൈമാറി തരുന്നതും. അത് ഭരണഘടനാ പദ്ധതിയാണ്. യൂണിയൻ സർക്കാരിൻ്റെ ട്രാൻസ്ഫറിനുള്ള പണം പല വഴിയിലുണ്ട്. നികുതി വിഹിതമായിട്ടും വരും, ഗ്രാൻറ്റുകളായിട്ടും വരും. ആ ഗ്രാൻറ്റിൻ്റെ ഒരു ഭാഗമാണ് CSS. അത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് കേരളത്തിനെന്നല്ല ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിനും ഇന്ത്യൻ ഫെഡറൽ ഫ്രെയിംവർക്കിനകത്ത് പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയും അത് ജനങ്ങളുടെ മുന്നിൽ നിന്ന് മറച്ചു വയ്ക്കുകയും ചെയ്യുന്ന രീതിയാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത്. ബീഹാറിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് പലരും നമ്മുടെ മാധ്യമപ്രവർത്തകർ പലരും അവിടെ ടൂർ ചെയ്തിട്ട് വാർത്തകൾ കൊടുക്കുന്നുണ്ടല്ലോ.
അപ്പോൾ ഒരു വീടിൻ്റെ മുന്നിൽ പോയിട്ട് പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജന റൂറലാണെന്നാണ് എനിക്കത്, PMAY റൂറൽ, അതിലൊരു വീടാണ്. ആ വീടിൽ 2 ലക്ഷം രൂപയാണ് അതിന് കിട്ടിയത്. അയാൾ പറയുന്ന കണക്ക് കൃത്യമൊന്നും ആയിരിക്കില്ല. അതിൽ 50,000 രൂപ കുറച്ചാണ് കൊടുത്തത്, 50,000 രൂപ കൈക്കൂലി എടുത്തു എന്നാണ്. അതിൽ ഇഷ്ടിക മാത്രം കിട്ടിയിട്ടുള്ള പൂർത്തിയാവാത്ത ഒരു ചെറിയ വീടാണ്. അതിൻ്റെ മുന്നിലൊരു മഞ്ഞ ബോർഡുണ്ട് നമ്മുടെ. ആ ബോർഡിനകത്ത് പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജന അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേക നിറത്തിൽ അടിച്ചു വെച്ചിരിക്കുന്നതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ അങ്ങനത്തെ ഒരു സംഗതി അടിച്ചു വെക്കുന്നത് ആലോചിച്ച് നോക്കൂ. നമ്മൾ കുടിവെള്ള പദ്ധതി ഉണ്ടാക്കിയ പണ്ട് IRDP അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെൻറ്റ് IRDP കിണറുകൾ ഉണ്ടായിരുന്നു, ഇല്ല IRDP കിണറിൻ്റെ മണ്ടയ്ക്ക് നമ്മളൊരു വയ്ക്കും. കാരണം അതൊരു പബ്ലിക് യൂട്ടിലിറ്റിയാണ്. അവിടെ നിങ്ങൾ വീട്ടിൽ പേഴ്സണൽ എൻറ്റൈറ്റിൽമെൻറ്റ്സിൻ്റെ പുറത്ത് നിങ്ങളുടെ വ്യക്തിപരമായ അവകാശാധികാരങ്ങളുടെ മേൽ ഇത്തരത്തിൽ അടയാളങ്ങൾ പതിപ്പിക്കാൻ, ബ്രാൻഡുകൾ പതിപ്പിക്കാൻ പോയാൽ ആ മനുഷ്യൻ്റെ ആത്മാഭിമാനം എവിടെയാണ് നിൽക്കുക? ആ മനുഷ്യനത് ചെയ്യിക്കാൻ പറ്റാതെ പോയത് അയാളുടെ കുഴപ്പം കൊണ്ടല്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് സമൂഹം അവന് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. അതല്ല, ഔദാര്യമാണ് എന്നിടത്തുനിന്നാണ് എന്ത് വരുന്നത്, ഈ ബ്രാൻഡ് വരുന്നത് എന്ന് കണക്കാക്കണം. അത് എൻടൈറ്റിൽമെൻ്റാണ് എന്നത് ഇടതുപക്ഷ രാഷ്ട്രീയവും അത് ബ്രാൻഡ് ചെയ്യപ്പെടേണ്ട ഔദാര്യമാണ് എന്ന് കാണുന്നത് വലതുപക്ഷ രാഷ്ട്രീയവുമാണ്. കേരളം ഇടതുപക്ഷ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നു. അതും കൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും കേരളത്തിന് ലഭിക്കേണ്ട ധനം നമുക്ക് ലഭിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ കരിക്കുലത്തിനകത്ത് അങ്ങനെ വരുന്നത് ശരിയാണോ? പക്ഷേ പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കത്തില്ല. ഞങ്ങൾ അവിടെ നിഷ്കർഷിക്കുന്ന പാഠപുസ്തകത്തിൽ ഉണ്ടാവില്ല. പക്ഷെ എൻ്റെ സ്കൂളിലെ പിള്ളേരെ ഞങ്ങളിത് പഠിപ്പിക്കുന്നു. ശിവൻകുട്ടി പഠിപ്പിച്ചില്ലേ എന്ന്? ശിവൻകുട്ടി പാഠപുസ്തകം ഗവർണറുടെ പങ്ക് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഒരു ഹാൻഡ് ബുക്ക് അല്ലേ ഗവർണർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താ, ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ കിടന്നിട്ട് തുള്ളാണ്. ഞാനാണ് എക്സിക്യൂട്ടീവ്. കേരളത്തിലെ മാധ്യമങ്ങൾ, മാതൃഭൂമി, മനോരമ തുടങ്ങി പർവ്വപ്രതാപികളായ മാധ്യമങ്ങൾ എല്ലാവരും, KSU, MSF, ABVP തുടങ്ങിയ വിദ്യാഭ്യാസ സംഘടനകൾ എല്ലാം ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരിഫ് മുഹമ്മദ് ഖാനാണ്, ഗവർണറാണ് എന്നും ഗവർണർക്ക് ബില്ല് ഒപ്പുവെക്കാനും വേണ്ടെന്ന് വയ്ക്കാനും തോട്ടിലെറിയാനും അധികാരമുണ്ട്, നിയമസഭയൊക്കെ എന്ന ആഖ്യാനങ്ങൾ അനവരതം ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന സമയത്തല്ലേ ശിവൻകുട്ടി ഗവർണർ എന്ന് പറയുന്ന ഒരു ടൈറ്റിലാർ ഹെഡാണ് എന്ന് ലക്ഷക്കണക്കിന് പിള്ളേരെ പഠിപ്പിക്കാൻ പാഠം എഴുതി ഉണ്ടാക്കി അച്ചടിച്ച് പിള്ളേർക്ക് കൊടുത്തത്? എന്ത് ചെയ്തു? വഴിയുണ്ട്. ആ വഴി എന്ന് പറഞ്ഞാൽ നിലപാടും കാഴ്ചപ്പാടും വേണം. ആ നിലപാടും കാഴ്ചപ്പാടും വെച്ച് എൻഗേജ് ചെയ്യാമെന്നുള്ള ആത്മവിശ്വാസത്തിൻ്റെ പേരാണ് ഇടതുപക്ഷ ബദൽ എന്ന് പറയുന്നത്. അങ്ങനല്ലാതെ ഒളിച്ചോട്ടത്തിൻ്റെ പേരല്ല ഇടതുപക്ഷത്തിൻ്റെ ബദൽ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളത്തിനകത്ത് എത്ര ശതമാനം സ്കൂളുകളുടെ അകത്ത് ഇപ്പം തന്നെ NEP നടപ്പിലാകുന്നുണ്ട്? ഇപ്പം ഉദാഹരണത്തിന് കൃത്യം എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ഈ പല NEP വിരുദ്ധ വാചകമടി വിദഗ്ധന്മാരുടെയും മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ ഏത് പദ്ധതിയാണ് നടപ്പിലാക്കണേ? അതുകൊണ്ട് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ പൊതുബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഗളന്മാർക്കെതിരായിട്ടുള്ള മുഗൾ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യയുടെ ഏറ്റവും ഗ്ലോറിയസ് ആയിട്ടുള്ള പീരീഡ്, ആ ഏറ്റവും ഗ്ലോറിയസ് ആയിട്ടുള്ള പീരീഡ് അതിനെ നന്മതിന്മകളോടെ പഠിക്കില്ല എന്ന് ആണോ കേരളത്തിൻ്റെ പൊതുസമൂഹം തീരുമാനിക്കുന്നത്? അല്ലല്ലോ. അതിന് വഴിയുണ്ട്, കേരളം അത് ചെയ്യും. അതെങ്ങനെയെന്നുള്ളത് പൊതുവായ ചർച്ച ഉണ്ടാവണം, എല്ലാവരും അതിനകത്ത് പങ്കാളികളാകണം. അതിനർത്ഥം യുവന്മാരുടെ കെണിക്ക് തലവെച്ച് കൊടുക്കുക എന്നുള്ളതല്ല. യുവന്മാരുടെ കെണിക്ക് തലവെച്ച് കൊടുത്ത് ഞങ്ങൾക്ക് ഇനി ആ കാശൊന്നും വേണ്ട, പക്ഷെ ഞങ്ങൾക്ക് സർക്കാരിന് പണമില്ലാതെ വരിക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? സർക്കാരിൻ്റെ പ്രവർത്തനം ചുരുങ്ങുക എന്നാണ് അർത്ഥം. അങ്ങനെ സർക്കാരിനെ ധനഞെരുക്കത്തിൽ പെടുത്തി ചുരുക്കി അതിൻ്റെ പ്രസക്തി ഇല്ലാതാക്കി അത്തരമൊരു ബദലായി കേരളം നിലനിൽക്കരുത് എന്ന വാദത്തിൻ്റെയും കൂടി ഒരു പിൻബലമുണ്ട് ഈ തന്ത്രങ്ങൾക്ക്. ആ തന്ത്രങ്ങൾക്ക് വീണ് കൊടുക്കണം. ഈ അടുത്ത കാലത്ത് CNTG റിപ്പോർട്ട് വന്നു. അപ്പോൾ CNTG റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് മനോരമയിലെ എൻ്റെ ഒരു സുഹൃത്തു ലേഖകൻ, അദ്ദേഹമാണ് തിരുവനന്തപുരത്ത് ഫിനാൻസ് നോക്കുന്നത്. അപ്പോൾ അദ്ദേഹം പണ്ട് എഴുതിയിരുന്നു, കേരളത്തിൻ്റെ കടം ഇത്ര ഇരട്ടിയായി, പാണ്ടക്കെട്ട് ഇങ്ങനെ കൂടി ഇങ്ങനെയൊക്കെ അദ്ദേഹം വാർത്ത എഴുതും, അതിനനുസരിച്ചുള്ള കരിക്കേച്ചറുകളും. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് പറഞ്ഞു കേരളം ഭയങ്കര എന്താ പറയുക, ഡെറ്റ് സസ്റ്റൈനബിൾ ആണ്, ഡെറ്റ് സ്ട്രെയിൻഡ് അല്ല, ഡെറ്റ് സസ്റ്റൈൻ. ഇത് പറഞ്ഞത് ഒരു ദീർഘകാല പ്രവണത നോക്കിയിട്ട് CNTG ആണ്. അങ്ങനെ ആയപ്പോഴത്തേക്ക്
ഇതൊരു വാർത്തയായിട്ട് കൊടുക്കാതിരിക്കുക എന്നുള്ളത് പറ്റില്ലല്ലോ. അതുകൊണ്ടൊരു വശത്ത് കൊടുത്തു, കേരളത്തിനത് പ്രശ്നമില്ല എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇത് കാത്തിരിക്കുകയാണല്ലോ. നമ്മൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇങ്ങനെ ഫീബിളായിട്ടുള്ള ശബ്ദത്തിൽ ഇങ്ങനെ കടക്കെണിയൊന്നുമില്ല, തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അതൊക്കെ എടുത്ത് പറഞ്ഞു. പിറ്റേ ദിവസം മുതൽ മനോരമ ഇത് എങ്ങനെയാണ് പിന്നീട് കുഴപ്പത്തിലേക്കാകാൻ പോകുന്നത്, ഇപ്പം കുഴപ്പത്തിലായി എന്ന് പറഞ്ഞത് പോയി, അപ്പോൾ പിന്നെ ഇനി എങ്ങനെ ആകാൻ പോകുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് എഴുത്ത്. ഒരു സ്വഭാവം മനോരമ കഴിഞ്ഞൊരു 4 കൊല്ലക്കാലത്തിനിടയിൽ 4.5 കൊല്ലക്കാലത്തിനിടയിൽ എത്ര തവണ ട്രഷറി പൂട്ടിക്കാണും മനോരമ റിപ്പോർട്ട് പ്രകാരം എന്നുള്ളത് ആരെങ്കിലും ഒരു ഗവേഷണത്വരയോടുകൂടി പരിശോധിക്കേണ്ട കാര്യമാണ്. ഇത് പൂട്ടിക്കാൻ വേണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ, പണച്ചുരുക്കം ഉണ്ടാക്കണം. ആ പണച്ചുരുക്കം ഉണ്ടാക്കാൻ എന്തൊക്കെയുണ്ട്, കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള മേടിക്കരുത്. ജാവേദ് പർവേഷ് അദ്ദേഹമല്ലേ, പിണറായി വിജയൻ അധികാരത്തിന് പോയതിനു ശേഷം കേരളത്തിൽ കാലുകുത്തുള്ളൂ എന്ന് പറഞ്ഞുള്ള മാധ്യമപ്രവർത്തകനാണ്. ഇതാണ് ഇവരുടെയൊക്കെ ഒരു പ്രൊപ്രൈറ്റി. അതാണ് കേരളത്തിലെ ജനങ്ങൾ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കുന്നൊരു മുഖ്യമന്ത്രിയെ പുറത്തിറക്കിയാലേ ഞാൻ എൻ്റെ ജന്മനാട്ടിൽ കാലുകുട്ടു എന്ന് പറയുന്നതാണ് ആ ഒരു പ്രവർത്തകൻ്റെ പ്രൊപ്രൈറ്റി. മനോരമയുടെ ലേഖകൻ പറയുന്നത് ബംഗാളിൻ്റെ ഒരു നോക്കൂ, അവർക്ക് 1745 കോടി രൂപ കൊടുക്കാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, എന്നിട്ടും അവർ ഇതിൽ ഒപ്പിടില്ല എന്ന് പറയാം. പക്ഷെ ആ വാർത്തയുടെ അകത്ത് ഹെഡിങ് അല്ലാത്തൊരു ഭാഗമുണ്ട്. അതെന്താണെന്നറിയോ, ഇങ്ങനെ തടഞ്ഞു വെച്ചിരിക്കുന്നത് മൂലം ശമ്പള വിതരണം, പഠനോപകരണ വിതരണം, ഉച്ചഭക്ഷണ വിതരണം എന്നിവയെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ചോദ്യം വളരെ ലളിതാണ്. കേരളത്തിൽ ഇത് ബാധിക്കണോ, ഇത് ബാധിക്കാമോ എന്ന് പറഞ്ഞാൽ പണം കിട്ടാനുള്ള പണം കിട്ടുന്നില്ലെങ്കിൽ, ലഭ്യമാകേണ്ട പണം കിട്ടുന്നില്ലെങ്കിൽ ചിലവ് എവിടെയെങ്കിലുമൊക്കെ ചുരുക്കണം. അപ്പോൾ ആ ചിലവ് ചുരുക്കേണ്ടത് എവിടെയാണ്? ശമ്പളം കൊടുക്കാതിരിക്കാം, റിസോഴ്സ് അധ്യാപകരെ പിരിച്ചുവിടാം, ഇനി ചില സ്ഥലത്ത് ഉച്ചഭക്ഷണത്തിനുള്ള പണം കൊടുക്കാതിരിക്കാം. ഉച്ചഭക്ഷണത്തിനുള്ള പണം നമ്മൾ അത് പോട്ടെ, ഇത് കേരളത്തിൽ സാധ്യമാണോ? കേരളത്തിൽ അങ്ങനെ ചെയ്യുന്നുണ്ടോ? മനോരമയ്ക്ക് സ്വപ്നം കാണാറുണ്ട്, അല്ല അടുത്ത മാസം ശമ്പളം മുടങ്ങും, അടുത്ത മാസം പെൻഷൻ മുടങ്ങും എന്നൊക്കെയുള്ള സ്വപ്നം കാണാറുണ്ട്. പക്ഷേ അത് നടക്കുന്നില്ല. അത് കേരളത്തിൽ അതിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ബംഗാളിൽ പഠനോപകരണം വിതരണം ചെയ്ത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, സ്കൂൾ അധ്യാപകരെ പിരിച്ചുവിട്ടാലും കുഴപ്പമില്ല, അവർക്ക് പൈസ കൊടുത്തില്ല. കേരളത്തിനത് പറ്റില്ല എന്നേ, കേരളത്തിൻ്റെ വഴി അതല്ല. കേരളം ഇതെല്ലാം നടത്തിക്കൊണ്ട് ഈ കാവ്യവൽക്കരണ ശ്രമത്തെ പ്രതിരോധിക്കണം. അതിന് വഴിയുണ്ടോ? അതിൻ്റെ വഴി ഡിബേറ്റ് ചെയ്യണം, അതിൻ്റെ വഴി എല്ലാവരും കൂടി ചർച്ച ചെയ്യണം. അത് ചർച്ച ചെയ്യാതെ ഈ ഒരു ഏകപക്ഷീയമായി ഇത് വേണ്ടെന്ന് വെക്കണം എന്ന വഴി ഇടതുപക്ഷ ബദൽ സർക്കാർ എന്നത് വേണ്ട, ഇരട്ട എഞ്ചിൻ സർക്കാർ മതി എന്ന RSSൻ്റെ വാദത്തെ അംഗീകരിക്കുകയും എൻഡോസ് ചെയ്യുകയും ചെയ്യലാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല എങ്ങനെയാണ് കാവ്യവൽക്കരണ ശ്രമങ്ങളോട് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളും അവരുടെ സംഘടനകളും അവരുടെ നിലപാടുകളും എൻഗേജ് ചെയ്തത് എന്നതിനെ നോക്കിയിട്ടല്ലേ അതിനെ മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഹയർ എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ. യൂണിവേഴ്സിറ്റിയുടെ അകത്ത് ചാൻസലർ എന്ന് പറയുന്ന എക്സ് ഒഫീഷ്യോ ഗവർണർ, അദ്ദേഹത്തിന് എല്ലാത്തിനും അധികാരമുണ്ട് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചവരാണ് ഈ മീഡിയ 1 മുതൽ മനോരമ വരെയുള്ള മുഴുവൻ ചാനലുകളും. അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കോഴിക്കോട് പോയി മിഠായി തെരുവിൽ അയാൾ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളോട് ഈ മാധ്യമങ്ങൾ പ്രതികരിച്ചത് എങ്ങനെയാണ് എന്ന് ഒന്ന് സമയം കിട്ടുമ്പോഴത്തേക്ക് പഴയ വീഡിയോ എടുത്തിട്ട് ലൈബ്രറിയിൽ നിന്ന്, ആർക്കൈവ്സിൽ നിന്ന് എടുത്തു വെച്ചിട്ട് പരിശോധിച്ചാൽ മതി. എങ്ങനെയാണ് ഈ കാവ്യവൽക്കരണ പരിപാടി ആരിഫ് മുഹമ്മദ് ഖാൻ എന്താ ചുവപ്പാക്കാൻ വേണ്ടിയിട്ടാണോ അതോ പച്ചയാക്കാൻ വേണ്ടിയിട്ടാണോ കേരളത്തിൽ തുറച്ചത്? പച്ചയായ കാവ്യവൽക്കരണത്തിൻ്റെ വ്യക്തമായിട്ടല്ലേ കേരളത്തിൽ അന്നത്തെ ഗവർണറും ഇന്നത്തെ ഗവർണറും പ്രവർത്തിക്കുന്നത്? ആരെ പ്രതിരോധിച്ചതേ? ഈ വാചകടിക്കുന്നവരാണ്. വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒരു 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 മൂളൽ കൊണ്ടോ പ്രതിരോധിച്ചിട്ടുണ്ടോ ഇവരാരെങ്കിലും? പ്രതിരോധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അതിന് കൂട്ടു നിൽക്കുകയാണ് ചെയ്തത്. സാധാരണഗതിയിൽ ബ്രാൻഡിങ് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഒരു മുഖമുദ്രയായിട്ട് മാറിയിട്ടുണ്ട്. ഈ ബ്രാൻഡിങ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം നമ്മുടെ ദേശീയ ആരോഗ്യ ദൗത്യം, അത് വേറൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. ദേശീയ ആരോഗ്യ ദൗത്യത്തിന് ഒരുപാട് സബ്സെറ്റ് സ്കീമുകളുണ്ട്, ഒത്തിരി സ്കീമുകളുണ്ട്. അപ്പോൾ ആ സ്കീമുകൾക്കെല്ലാമായിട്ട് നമുക്ക്, എനിക്ക് തോന്നുന്നു, ആനുവലി കേരളത്തിൻ്റെ കിട്ടാവുന്ന തുക 750-800 കോടി രൂപയായിരിക്കും. 800 കോടി രൂപ. പക്ഷെ കേരളം ആരോഗ്യ മേഖലയിൽ മുടക്കുന്ന തുക എത്രയാണെന്നറിയാം? ഒരു വർഷം ഒരു 13,000 കോടി രൂപയായിരിക്കും. 13,000 കോടി രൂപ. അപ്പോൾ കേരളത്തിൻ്റെ ഹെൽത്ത് സെക്ടറിൽ ചെലവഴിക്കുന്ന പണം ഒരു 13,000, 13,500, 14,000 കോടി രൂപയാണ്.
യൂണിയൻ സർക്കാർ NHM വഴി കിട്ടുന്നത് ഒരു 750-800 കോടി രൂപയാണ്. ഈ 750-800 കോടി രൂപ മുടക്കുന്ന യൂണിയൻ സർക്കാർ പറയാണ് നിങ്ങളുടെ പ്രാഥമികാരോഗ്യ കേന്ദ്രം എന്ന് പറഞ്ഞാൽ എനിക്ക് സെൻ്ററായിട്ടും പ്രാഥമികാരോഗ്യ കേന്ദ്രമായിട്ടും ഒക്കെ എത്രയോ തലമുറകളായി നമ്മൾ അടുത്ത് പരിചയിച്ചൊരു സംവിധാനമാണ്. ആ സംവിധാനത്തിന് ഈ നാട്ടിലെ മനുഷ്യർ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് പേരിടണം എന്ന് വാശി പിടിക്കുകയാണ്. അതിന് നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേക നിറം, ഒരു കളർ കോഡ് കൊടുക്കണം. അതിന് അവരുടെ ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ചില അടയാളങ്ങളുമായിട്ടൊക്കെ ബന്ധമുള്ള രൂപങ്ങൾ കൊടുക്കണം എന്ന് വാശി പിടിക്കുകയാണ്. സാധാരണഗതിയിൽ ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്ന് പറയുന്നതിൻ്റെ ഒരു യുക്തി എന്താണ്? അങ്ങനെ അത് നടപ്പിലാക്കുന്നതിൻ്റെ ഒരു യുക്തി എന്താണ്? ഒറ്റ യുക്തിയേ ഉള്ളൂ. എല്ലാ ചില പ്രധാനപ്പെട്ട പബ്ലിക് സർവീസുകളിൽ, പബ്ലിക് മെറിറ്റ് ഗുഡുകളിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും കൈവരിക്കാൻ കഴിയുന്ന ചില ലക്ഷ്യങ്ങൾ വേണം. ആ ലക്ഷ്യങ്ങൾക്കൊത്ത് പദ്ധതികൾ കേന്ദ്രം നടപ്പിലാക്കണം, അത് സംസ്ഥാനങ്ങൾ കൂടെ നടപ്പിലാക്കണം. ഇതാണ് യുക്തി. ആ യുക്തി വെച്ച് വന്നാൽ ദേശീയാരോഗ്യ ദൗത്യത്തിനകത്തെ ലക്ഷ്യങ്ങൾ എന്താ? ശിശു മരണ നിരക്ക് എത്ര കുറച്ചു, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി എത്രയായി, ഇങ്ങനെയല്ലേ നോക്കേണ്ടത്. അതായത് അതിനകത്ത് നിർവചിച്ചിട്ടുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലൊരു സംസ്ഥാനം എവിടെ എത്തി എന്നുള്ളതാണ്. അതിലേതെങ്കിലും ഒന്നിൽ കേരളം പുറകിലാണ്, കേരളം മുമ്പിലല്ലേ. അങ്ങനെയുള്ളൊരു സംസ്ഥാനത്തെ വാസ്തവത്തിൽ അവരെന്താ ചെയ്യേണ്ടത്? ഇൻസെൻറ്റിവൈസ് ചെയ്യണം, അതിനെ പ്രോത്സാഹിപ്പിക്കണം. അത് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, ഇത് പറയുന്നത് 14ാം ധനകാര്യ കമ്മീഷനാണ്. 14ാം ധനകാര്യ കമ്മീഷൻ ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികളെ നവീകരിക്കണം എന്നൊരു അഭിപ്രായം പറയുന്നുണ്ട്. അതിനകത്ത് അവർ പറയുന്നു നന്നായി നടത്തുന്ന സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ഓട്ടോണമിയും കൂടുതൽ പ്രോത്സാഹനവും കൊടുക്കണം എന്നുള്ളതാണ്. ഇവിടെ നോക്കൂ, ദേശീയാരോഗ്യ ദൗത്യത്തിൽ നമുക്ക് പ്രോത്സാഹനം കിട്ടിയത് പ്രോത്സാഹനമല്ല, മറിച്ച് നീ നിറവടിച്ചില്ല. നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലിൽ 100%. നിങ്ങളുടെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് അമേരിക്കയുടെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റിനേക്കാൾ താഴെയാണ്. നിങ്ങളുടെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ദേശീയാടിസ്ഥാനത്തിൽ ഇനി 25 കൊല്ലം കഴിഞ്ഞാലും നേടാത്ത സ്ഥലത്താണ്. എന്നിരിക്കലും ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെ സ്ഥാപനങ്ങളുടെ അകത്ത് നിങ്ങൾ പറഞ്ഞ നിറമടിക്കാൻ വൈകിപ്പോയി എന്ന് പറഞ്ഞ് 23-24 നമുക്ക് കിട്ടാനുള്ള പണം ഇതുവരെ ലാപ്സായി പോയി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ എവിടെയാണ് പ്രതിഷേധം ഉയർന്നു വന്നത്? കേരളത്തിൽ എവിടെയാണ് സമരം ഉയർന്നു വന്നത്? അതിനാവശ്യമായിട്ടുള്ള ഒരു ഇൻഫോംഡ് ഡിബേറ്റ് കേരളത്തിലെ ജനങ്ങൾക്ക് നടത്താൻ പാകത്തിൽ എന്താണ് കേരളത്തിലെ മാധ്യമങ്ങൾ കൊടുത്തത്? കേരളത്തിലെ മാധ്യമങ്ങൾ എന്ത് ജനാധിപത്യ ധർമ്മമാണ് അതിനകത്ത് നിറവേറ്റിയില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഉണ്ടാകുന്ന പണം തടഞ്ഞു വയ്ക്കുന്നതിൽ മൂലമുണ്ടായ ചുരുക്കം അത് നിങ്ങൾ എന്തേ കണ്ടെത്താതെ ഇങ്ങനെ കൈനീട്ടിയിരിക്കുന്നു എന്ന വ്യാഖ്യാനം അച്ചടിയിലും ദൃശ്യത്തിലും വിന്യസിച്ചുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്തത് എന്ന് മനസ്സിലാക്കണം. അവർക്കിപ്പോൾ PM-ശ്രീയുടെ അകത്തുള്ള എന്താ പറയുക, ഡ്രാക്കോണിയനായിട്ടുള്ള ചടല ആണെങ്കിൽ അതിപ്പോൾ PM-ശ്രീ ഒപ്പിടാതിരുന്നപ്പോഴും വരണ്ടേ, ഇപ്പോൾ ഒപ്പിട്ടില്ല, ഒപ്പിടാൻ പോകുന്നു എന്ന് പറയുമ്പോഴും വരണ്ടേ. കേരളത്തിന് അർഹമായിട്ടുള്ള ഒരുപാട് പണം തടഞ്ഞു വയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇതെങ്ങനെ എൻഗേജ് ചെയ്യണം? വിദ്യാഭ്യാസ മന്ത്രി പോകുന്നു, മുഖ്യമന്ത്രി പോകുന്നു, ഡെലിഗേഷൻ പോകുന്നു, ഒഫീഷ്യൽ ലെവൽ ആളുകൾ പോകുന്നു, അവിടെ പോയി ധർണയിരിക്കുന്നു. ഇതിനടക്കം ഇരുന്ന് കഴിഞ്ഞിട്ടും നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഇൻഫോംഡ് ഡിബേറ്റ് ഉണ്ടാക്കാൻ സഹായിച്ചോ? അതിന് പറ്റിയ ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവന്നോ? ഇല്ല. എന്നിട്ടിപ്പോൾ ഇനി എങ്ങനെയാണ് എൻഗേജ് ചെയ്യുക? ഇപ്പം GST CPM എന്ന് പറയുന്ന പാർട്ടി രാഷ്ട്രീയമായിട്ട് എതിർത്തു. പക്ഷേ ഭരണഘടനാ ഭേദഗതി പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംസ്ഥാന ഭരണത്തിലേക്ക് മത്സരിച്ച് ജയിക്കുന്ന CPM-ൻ്റെ സർക്കാർ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ ആ GST നടപ്പിലാക്കൂല. ഭരണഘടനാപരമായിട്ട് സർക്കാർ നിലനിൽക്കത്തില്ലെന്നേ. അപ്പോൾ എങ്ങനെ എൻഗേജ് ചെയ്യാം? അപ്പോൾ ഈ സങ്കീർണമായ സാഹചര്യത്തിൽ ഇന്ത്യൻ ഫെഡറൽ ഫ്രെയിംവർക്കിനകത്ത് എങ്ങനെയാണ് ഒരു ഇടതുപക്ഷ സർക്കാരിനെ എൻഗേജ് ചെയ്യുക എന്നത് രാഷ്ട്രീയ ഉത്തരവാദിത്വമാണ്. അല്ലാതെ ഒളിച്ചോടിയിട്ട് ഇത് വേണ്ട എന്ന് തീരുമാനിക്കലല്ല. അങ്ങനെ തീരുമാനിക്കുന്നില്ല. മാധ്യമങ്ങൾക്ക് ഉള്ള ഉദ്ദേശം ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു നിലപാടുള്ള ഒരു മാധ്യമവും കേരളത്തിൽ മുഖ്യധാരയിലില്ല. 2, കോൺഗ്രസിനുള്ള സംഭവം എന്താ? കർണാടകത്തിൽ ഒപ്പിട്ട് കാശ് മേടിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന് ഇവിടെ വന്നപ്പോൾ ഇത്ര വെളിപാടുണ്ടാകണം എന്താ? സർക്കാരിന് 1500 1500 കോടി അത് ഇല്ലാതെ ആയിക്കോട്ടെ, ഇവന്മാർ പെൻഷൻ കൊടുക്കും, അത് കൊടുക്കും, ഇത് കൊടുക്കും, എന്തെങ്കിലും അത് വേണ്ട, പണച്ചെരുക്കം ഉണ്ടായിക്കൊള്ളേ എന്നുള്ളതാണ്. അതിനപ്പുറം ഇക്കാര്യത്തിനകത്ത് കോൺഗ്രസിനകത്ത് ഇപ്പോൾ ഡിബേറ്റ് ഉണ്ടല്ലോ. VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറഞ്ഞത് കേന്ദ്രത്തിൻ്റെ പണം വേണ്ടെന്ന് വയ്ക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ കർണാടകത്തിലും ഹിമാചലിലും തെലങ്കാനയിലും ഇതിനൊക്കെ നേതൃത്വം കൊടുക്കണം വേണുഗോപാൽ പറഞ്ഞത് ഇത് RSSുമായിട്ട് കൈകോർത്തുന്നതാണ്. എവിടെയാണ് ഇവർ നിൽക്കുന്നത്? എന്താണ് ഇവരുടെ അഭിപ്രായം? അപ്പോൾ ഇതിനകത്ത്
തത്വദീക്ഷയുള്ള ഒരു നിലപാടും ഇവർക്കാർക്കും ഇല്ല. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എങ്ങനെയാവണം എന്നതിനെ സംബന്ധിച്ച് നിലപാടുണ്ടോ? ഇല്ല. അതിന് സംസ്ഥാനങ്ങൾക്കുള്ള ഓട്ടോണമിയെ സംബന്ധിച്ചുള്ള നിലപാടുണ്ടോ? ഇല്ല. എന്തൊക്കെ കൊണ്ടുവന്നുകൂടാ, അതിന് സംസ്ഥാനങ്ങൾ എപ്പോഴാണ് നിലപാടുള്ളത്? അതാണ് ഞാനൊരു കാര്യം പറയുന്നത്. രണ്ടാം പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞപ്പോൾ തന്നെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളെ സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങളുണ്ടായി. ഇത് പെരുകുന്നു, സംസ്ഥാനങ്ങൾക്ക് മേൽ ഒരൊറ്റ അളവിലുള്ള കുപ്പായം അടിച്ചേൽപ്പിക്കലാണ്, ഇങ്ങനെ തർക്കങ്ങളുണ്ടായി. അപ്പോൾ പല പല കമ്മിറ്റികൾ പല കാലങ്ങളിലായിട്ട് രൂപീകരിച്ചിട്ടുണ്ട് ഇതെങ്ങനെ നന്നാക്കാം എന്ന് പറഞ്ഞിട്ട്. അതിലൊരു കമ്മിറ്റി 1985 തോന്നുന്നു, വർഷം ഞാൻ കൃത്യം, PV നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിലൊരു കമ്മിറ്റി വെച്ചു. PV നരസിംഹറാവു കമ്മിറ്റിയും പറഞ്ഞു ഇത് സ്ട്രെയിറ്റ് ജാക്കറ്റിംഗ് ആണ്, ഇത് ഒറ്റ അളവിലുള്ള വൺ സൈസ് ഫിറ്റ് ഓൾ എന്ന് പറയുന്ന സാധനമാണ്, ഇത് മാറ്റണം എന്ന് പറഞ്ഞു. എന്നിട്ട് കോൺഗ്രസ് എന്താ ചെയ്തത്? പിൽക്കാലത്ത് എത്ര കാലത്ത് അധികാരത്തിലുണ്ടായിരുന്നവർ? അധികാരത്തിലുണ്ടായിരുന്നു. പിന്നെ സംസ്ഥാനങ്ങളിൽ പറഞ്ഞത് കർണാടകത്തിൽ വെച്ചതല്ല, രാജസ്ഥാൻ്റെ എങ്ങനെയാണ് ഉണ്ടായത്, അത്രയും മനസ്സിലായി. പഞ്ചാബിൽ എങ്ങനെയാണ് വന്നത്? അപ്പോൾ കോൺഗ്രസ്സിന് നിലപാടില്ല. അതിൽ എങ്ങനെ എൻഗേജ് ചെയ്യണം പോലും സാധ്യതയില്ല. PM ശ്രീ സ്കൂൾ എന്ന് പറയുന്നത് അവരതിനെ വിഭാവനം ചെയ്തിരിക്കുന്നത് തന്നെ പുതിയ വിദ്യാഭ്യാസ നയത്തിനെ ഷോക്കേസ് ചെയ്യുന്ന മാതൃകാ സ്ഥാപനങ്ങൾ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ 2 ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ പിന്നെ നിങ്ങൾ NEP അംഗീകരിക്കുന്നില്ല, പുതിയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കുന്നില്ല. പുതിയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ അത് ഷോക്കേസ് ചെയ്യാനുള്ള സ്ഥാപനം എന്തിനാ? ഞങ്ങളത് അംഗീകരിക്കുന്നില്ല, ഷോക്കേസ് ചെയ്യാനുള്ള സ്ഥാപനവും വേണ്ട. ഇതാണ് കേരളം പറഞ്ഞത്. പക്ഷെ അതിൻ്റെ പേര് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യുക എന്നുള്ള പരിപാടിയാണ് നടക്കുന്നത്. പുതിയ വിദ്യാഭ്യാസ നയത്തെ സംബന്ധിച്ചിട്ട് വിദ്യാഭ്യാസ വിദഗ്ധർ, വിദ്യാഭ്യാസ പ്രവർത്തകർ, അവർക്കെല്ലാമുള്ള നിരവധിയായിട്ടുള്ള ആശങ്കകളുണ്ട്. ആ ആശങ്കകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഇതിനകത്ത് കരിക്കുലം രൂപപ്പെടുത്താൻ, അതിനകത്ത് ഉള്ളടക്കം രൂപപ്പെടുത്താൻ ഒക്കെയുള്ള സംസ്ഥാനങ്ങളുടെ അവകാശത്തെ പൂർണ്ണമായിട്ടും പോകും. അനുഭവം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ അത് സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും യൂണിയൻ സർക്കാരും അവരെ നയിക്കുന്ന RSSും ശ്രമിക്കുന്നത് എന്താണ്? ചരിത്രത്തിന് പകരം മിത്തുകളെ പ്രതിഷ്ഠിക്കുക, ചരിത്രത്തെ വളച്ചൊടിക്കുക, ചരിത്രത്തിലെ ചില ഭാഗങ്ങളെ അതിൻ്റെ തുടർച്ചയിൽ അനുവദിക്കാതെ അടർത്തി മാറ്റുക, ഇങ്ങനെ ഒരുപാട് ഏർപ്പാടുകളുണ്ട്. ഇതെല്ലാം ഇവിടെ വരൂ എന്നുള്ളതാണ്. ഇതെല്ലാം മൊത്തത്തിൽ അത് PMC സ്കൂളുകൾ മാത്രമല്ല, മൊത്തം കേരളത്തിൻ്റെ കരിക്കുലത്തിനകത്തും ഫ്രെയിംവർക്കിനകത്തും ഇതുണ്ടാകുമോ എന്നുള്ളതാണ് നമ്മളുടെ ഭയം. സിലബസിനകത്തും ആ പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഇത് ജെന്യുവനായിട്ടുള്ള ആശങ്കയാണ്, അത് ചെറിയൊരു സംഗതിയല്ല. ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷനകത്ത് നമ്മൾ നോക്കൂ, മോഹൻ കുന്നുമ്മൽ എന്ന് പറയുന്ന കേരളത്തിലെ ഒരു സംഘപരിവാർ VC ഇരുന്നു കൊണ്ട് ഇത്രയും സ്വാധീനമുള്ള സ്ഥലത്ത് അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇതിനകത്ത് എങ്ങനെ വേണം, ഭാരതാംബയെ കൊണ്ടുവയ്ക്കണം, ഭാരതാംബയെ നാളെ യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗിക ചിഹ്നമാക്കി അയാൾ മാറ്റുമോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതിനെ എങ്ങനെയാണ് കേരളം പ്രതിരോധിക്കുന്നത്? കേരളം പ്രതിരോധിക്കുന്നത് UGC ഗ്രാൻഡ് വേണ്ടെന്ന് തീരുമാനിച്ചിട്ടാണ്. UGCയുടെ ഒരു നിയന്ത്രണത്തിനും ഞങ്ങൾ വിധേയമാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ കഴിയില്ല. പക്ഷേ ജനകീയമായ സമരം, രാഷ്ട്രീയമായ സമരം അതിനോടൊപ്പം നിന്നുകൊണ്ടാണ്. അപ്പോൾ ഈ NEP കേരളത്തിലെ മുഴുവൻ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലും ഇത് കൊണ്ടുവരേണ്ടി വരുമോ എന്നുള്ള ജെനുവിനായിട്ടുള്ള ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് ആളുകൾ ഇതിനെ എതിർക്കുന്നത് എന്ന് തന്നെ പറയണം. അതിൻ്റെ ഉദ്ദേശശുദ്ധിയിൽ യാതൊരു സംശയവും ആർക്കും ഉണ്ടാവേണ്ടതില്ല. പക്ഷേ അത് വെച്ചുകൊണ്ട് കേരളത്തെ ബ്ലാക്ക് മെയിൽ ചെയ്ത് കേരളത്തിൻ്റെ ധനസ്ഥിതിയെ മോശപ്പെടുത്താനുള്ള നീക്കത്തെ നമ്മൾ എങ്ങനെയാണ് ഇത് രണ്ടിനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്ന ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. അതെങ്ങനെയാണ് എൻഗേജ് ചെയ്യുക എന്ന ചോദ്യമുണ്ട്. അതിന് ഏതെങ്കിലും ഒന്നിൽ ഏകപക്ഷീയമായി ഊന്നുന്ന ഒരു സംഗതി നമുക്ക് പോകാൻ പറ്റില്ല. സർക്കാരിൻ്റെ ഭരണം വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രയാസമില്ല, വളരെ എളുപ്പമാണ്. അങ്ങനെ അല്ലെങ്കിലോ? അതാണ് ഞാൻ പറഞ്ഞത്. ചില അനുഭവങ്ങൾ കേരളത്തിൻ്റെ മുന്നിലുണ്ട്, സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് തന്നെയുണ്ട്. DPEP എന്ന് പറഞ്ഞിട്ട് ലോകബാങ്ക് അസിസ്റ്റഡ് പരിപാടി വന്നപ്പോഴത്തേക്കും നമുക്ക് പറയാം എങ്ങനെയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞ ലോകബാങ്ക് പദ്ധതിയാണ് എന്ന ആക്ഷേപം വ്യാപകമായി കേരളത്തിലെ തീവ്ര ഇടതുപക്ഷക്കാർ എന്ന് പറയുന്ന ആളുകൾ ഉന്നയിക്കുകയുണ്ടായി. ഇതിനോടൊക്കെ കേരളത്തിലെ മെയിൻ സ്ട്രീം ലെഫ്റ്റ്, കേരളത്തിലെ ഇടതുപക്ഷം, CPM, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എങ്ങനെയാണ് സമീപനം സ്വീകരിച്ചത്? DPEPയുടെ കാലത്ത് നമ്മൾ എന്താ ചെയ്തത്? ആ പണം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസത്തെ സംവാദാത്മകമായിട്ട് ഒന്ന് റീക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള
ഒരു സന്ദർഭം. എന്ത് സംവാദമാണ് കേരളത്തിൽ ഉയർന്നു വന്നത് അല്ലേ? അക്ഷരം പഠിപ്പിക്കുന്നില്ല, അതായത് പഠനരീതി, ക്ലാസ് റൂം സ്വഭാവം, എന്താ പറയുക, നമ്മുടെ ഇവാലുവേഷൻ്റെ രീതികൾ, അതെല്ലാം സമ്പൂർണ്ണമായും അറിയുന്നതല്ല. പക്ഷെ അതിനകത്തേക്ക് സുധീരമായ ഒരു പരീക്ഷണം നടത്താൻ, ജനാധിപത്യ പരീക്ഷണം നടത്താൻ കേരളത്തിന് സാധിച്ചു. വലിയ തോതിലുള്ള സംവാദവും ഉയർന്നു വന്നു, എതിരായും അനുകൂലമായുള്ള സംവാദം. ആ സംവാദങ്ങളെല്ലാം ആ സിസ്റ്റത്തെ മെച്ചപ്പെടുത്തുന്നതിനാണ് ഉപയോഗപ്പെടുത്തിയത്. ഇന്ന് നമുക്ക് മാറിയിരുന്നിട്ട് നമുക്ക് പറയാൻ കഴിയുമോ നമ്മുടെ കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിലെ കുട്ടികളെല്ലാം DPP നടപ്പിലാക്കിയതോടുകൂടി എല്ലാം അക്ഷരം പഠിക്കാതായി പോയി, കണക്ക് പഠിക്കാതായി പോയി എന്ന് ഒരു അച്ചീവ്മെൻറ്റ് സർവേ അങ്ങനെ കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ കുട്ടികൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് മെച്ചപ്പെട്ടു എന്നുള്ള പഠനങ്ങളാണ് നമ്മൾ പൊതുവിൽ കാണുന്നത്. അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം, ഒരു സാധ്യത, ഒരു ബദൽ സമീപനം കേരളത്തിൻ്റെ മുമ്പിലുണ്ട്. അപ്പോൾ NEP-യെ നമ്മൾ അംഗീകരിക്കുകയല്ല. PM ശ്രീയുടെ അകത്ത് നിന്ന് നമുക്ക് പണം, PM ശ്രീയുടെ അല്ല, ഈ പണം മേടിച്ചെടുക്കണം. അത് കേരളം ഏകപക്ഷീയമായിട്ട് ചെയ്യലല്ലോ ചെയ്തത്. കേരളം എന്താ ചെയ്തത്? ഒരു സെക്രട്ടറിയുടെ തരത്തിലൊരു ഒരു കമ്മിറ്റി വെച്ചു. ആ കമ്മിറ്റി റിപ്പോർട്ട് വാങ്ങിച്ചിട്ടുണ്ട്. എവിടെയൊക്കെ എൻഗേജ് ചെയ്യുക, എവിടെയൊക്കെ, അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. പക്ഷേ അത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോകുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അത്തരം അനുഭവങ്ങൾ കേരളത്തിൻ്റെ മുമ്പിലുണ്ട്. അതിനെ പ്രതിരോധിക്കാനുള്ള സമീപനങ്ങൾ മുമ്പിലുണ്ട്. ഇത് ചെയ്യാതെ എളുപ്പ വഴിയിൽ ഇത് വേണ്ടെന്ന് വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ വേണ്ടെന്ന് വയ്ക്കും എന്നും കൂടി നമ്മൾ പറയണം. ഇപ്പോൾ നമുക്ക് SSCയുടെ ഫണ്ട് വേണ്ട, അല്ലെന്നുണ്ടെങ്കിൽ PM ഉഷയുടെ ഫണ്ട് വേണ്ട, അല്ലെന്നുണ്ടെങ്കിൽ NHMൻ്റെ ഫണ്ട് വേണ്ട എന്നൊക്കെ തീരുമാനിക്കാമോ?